ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദം വീണ്ടും നഷ്ടപ്പെട്ടതിനു പിന്നാലെ ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് യൂത്ത് കോൺഗ്രസ് നേതാവ്. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ ആണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ചിത്രത്തോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സ്വാഗതം എന്ന ഒറ്റ വരി ഹാരിസ് മുതൂർ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, മുതിർന്ന നേതാവ് എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ മുതലായ വലിയ പേരുകളെയെല്ലാം വെട്ടി രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തതിൽ പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥതയുണ്ടെന്ന ഊഹാപോഹങ്ങൾക്ക് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ ക്ഷണം. ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രികാ സമർപ്പണത്തിൽ നിന്ന് വിട്ടുനിന്നതും ഈ സംശയങ്ങൾ കൂടുതലായി ഉയരാൻ കാരണമായിരുന്നു. പാർട്ടിയിൽ ശോഭ ദീർഘകാലമായി തഴയപ്പെടുകയാണെന്ന വാർത്തകൾക്കിടയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ക്ഷണം. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കഴിവ് തെളിയിച്ചയാളെന്നും അദ്ദേഹം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാകുന്നത് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. രാജീവ് ചന്ദ്രശേഖർ ജനകീയനാണെന്നും അദ്ദേഹം വളരെ കൃത്യതയോടെ ബി.ജെ.പിയെ മുന്നോട്ട് നയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ശോഭ പറഞ്ഞു. വാഹനമെത്താൻ വൈകിയതിനാലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രികാ സമർപ്പണത്തിന് എത്താനാകാതെ വന്നതെന്നും ശോഭ വിശദീകരിച്ചിരുന്നു. അതേസമയം വിദ്യാർത്ഥി പരിഷത്തിലൂടെയും മറ്റും രാഷ്ട്രീയം തുടങ്ങി ബി.ജെ.പിയുടെ നേതൃനിരയിലേക്ക് വന്നവരെയെല്ലാം ഒറ്റയടിക്ക് പിന്തള്ളി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിയിലേക്ക് കടന്നതിനെതിരെ പാർട്ടിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കൃത്യമായ ഇടവേളകളിൽ പാർട്ടിക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും മാറ്റത്തെ എപ്പോഴും സ്വാഗതം ചെയ്തിട്ടേയുള്ളൂവെന്നുമാണ് നിലവിലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. ബി.ജെ.പി. മാത്രമാണ് ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നത്. എത്ര പേർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാമെന്നും സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തനിക്ക് ഇടപെടാൻ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത നേതാവിനെ അധ്യക്ഷ സ്ഥാനത്ത് നിയമിച്ചത് പാർട്ടിക്കുള്ളിൽ അതൃപ്തിക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബി.ജെ.പിയുടെ ആശയമുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് കരുതുന്നില്ലെന്നും വ്യക്തിയോടല്ല ആശയങ്ങളോടാണ് തങ്ങളുടെ പോരാട്ടമെന്നുമാണ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അപ്രതീക്ഷിതമായാണ് സംസ്ഥാന ബി.ജെ.പിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. ഡൽഹിയിൽ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനാക്കാനുള്ള തീരുമാനം നേതൃത്വം കൈക്കൊണ്ടത്. ഉയർന്ന ജാതിയിൽപ്പെട്ട കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളാണ് രാജീവിലൂടെ ബി.ജെ.പി. സ്വപ്നം കാണുന്നത്. യുവാക്കളെ ആകർഷിക്കാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതേസമയം സംഘടനാ പാരമ്പര്യം ഇല്ലാത്ത നേതാവിനെ അമരത്ത് ഇരുത്തിയതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തികൾ പുകയുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.